ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. കൂന്തൽ ഫ്രൈയുടെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് 1/2 കിലോ കൂന്തൽ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് 2 സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത് എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പാൻ, ഞാൻ ചട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ എണ്ണ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ആവശ്യത്തിന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. വഴറ്റി കൊടുക്കണം, കരിഞ്ഞു പോകാതെ നോക്കണം. പിന്നെ അത് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുത്ത് അതും നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ വഴറ്റി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ പച്ചമണം ഏകദേശം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ബാലൻസ് വന്ന പച്ചമുളകും പിന്നെ അതേപോലെ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ സവോളയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്തത് കൊണ്ടാണ് ഇടയ്ക്ക് ക്ലാരിറ്റി കുറവ് വരുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ സവോളയ്ക്കകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒരുപാട് മൂക്കുന്നത് വരെയൊന്നും കാത്തിരിക്കണ്ട കേട്ടോ. നമുക്ക് കുറച്ച് ഇതാകുമ്പോഴത്തേക്കും തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടോ, ഒരു കാര്യം ഞാൻ വിട്ടുപോയി, കൂന്തൽ നമ്മൾ ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ചിരുന്നു. അത് വേവിച്ച് വെച്ചിരുന്ന കൂന്തലും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ചിക്കൻ മസാലയും കൂടെ അതിൻ്റെ കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും പലതരത്തിലല്ലേ കൂന്തലാണെങ്കിലും ചെമ്മീനാണെങ്കിലും കറി വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വേറൊരു ടൈപ്പാണ് കേട്ടോ. അതേപോലെ കുറച്ച് ഗരം മസാല കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. അതിനുശേഷം ആവശ്യത്തിന് അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പലതരത്തിൽ കൂന്തൽ ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പം ഇത് ഒരു വെറൈറ്റി രീതിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കപ്പയും കൂന്തലും കൂടെ കഴിച്ചു. ഇത്രയേ ഉള്ളൂ വീഡിയോ.